Hello and welcome to Surya Simple English. Today we are going to try very quickly a few collocations with get. Get വെച്ചിട്ടുള്ള ചില collocations. So the first one is get ready. Get ready എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും വേണ്ടി തയ്യാറാവുക, റെഡി ആവുക. Get lost എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്നു പറയത്തില്ലേ? Get lost. ഇറങ്ങിപ്പോകൂ എന്നുള്ളതിൻ്റെ ദേശത്തിലുള്ള ഇംഗ്ലീഷാണ് get lost. Don't get lost എന്നുമുണ്ട്. അതായത് നമ്മൾ പോകുമ്പോഴത്തേക്കും വഴി തെറ്റി പോകരുത് എന്നുള്ളതുമുണ്ട്. Don't get lost. Be careful. He got lost. അയാൾക്ക് വഴി തെറ്റിപ്പോയി എന്ന് പറയാറുണ്ട്. സോ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഗെറ്റ് ലോസ്റ്റ് ഉപയോഗിക്കാം. സോ ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ സെൻറ്റൻസ് സ്ട്രക്ചർ ദറ്റ് യു യൂസ് ദിസ്. സോ ഗെറ്റ് ലോസ്റ്റ് എന്ന ദേഷ്യത്തിൽ പറഞ്ഞാൽ ഇറങ്ങിപ്പോകൂ എന്നാണ്. അതുപോലെ തന്നെ ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു പോകും എന്നുള്ളതാണ്. Another one is get started. അതായത് തയ്യാറായിക്കൊള്ളൂ, ഞാൻ വരുന്നുണ്ട്, will you get started? നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടുകൊള്ളൂ എന്നുള്ള അർത്ഥവുമുണ്ട്. Can you quickly get started? നിങ്ങൾക്ക് പെട്ടെന്ന് പുറപ്പെടാമോ? Did you get the message? ഞാനൊരു കാര്യം പറഞ്ഞു എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, Did you get the message? നിങ്ങൾക്ക് ആ കാര്യം കിട്ടിയോ? Did you get the message? എന്നാൽ അതിൻ്റെ ലിറ്ററൽ സെൻസിലും നമുക്ക് ഉപയോഗിക്കാം. അയാളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, Did you get the message? ആ മെസ്സേജ് കിട്ടിയോ? ലിറ്ററൽ സെൻസിലും നമുക്ക് ഉപയോഗിക്കാം. ഓൾസോ യു വിൽ സേ, Did you get the message? അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഈ get the message. Hey, don't get upset എന്ന് പറഞ്ഞാൽ അപ്സെറ്റ് ആകരുത് എന്ന്. Don't get upset. Are you getting upset? ഇംഗ്ലീഷ് സംസാരിച്ച് ട്രൈ ചെയ്തിട്ട് ശരിയാവാത്തപ്പോൾ are you getting upset? Don't get upset. It'll take a little time, but it will, soon figure out and you will be fine. So, don't or do not get upset. He got upset because that's something in the past. Got. Are you going to get upset? നിങ്ങളിനി upset ആകുമോ? Oh, she is upset. അവൾ upset ആണ്. So, no getting upset. Oh, it's going to rain, you will get wet എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ പോകുന്നു, നനയുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മഴ പെയ്യുമെന്ന്. If it rains, I will get wet. If you go out in the rain, you will get wet. If you get wet, you will fall ill. So, take an umbrella with you when you go out so that you do not get wet. Get a shock. എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വാർത്ത കേൾക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് എ ഷോക്ക് അല്ലേ, നമുക്കൊരു ഷോക്ക് ആവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നാലോ ഐ ഗോട്ട് എ ഷോക്ക്, ഞാൻ ആ വാർത്ത കേട്ടിട്ട് ഐ ഗോട്ട് എ ഷോക്ക്. ഗോട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. വറീഡിൻ്റെ കൂടെയും നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം. So I can say don't get worried. Everything will figure out. Okay, ശരിയാവും, അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. Don't get worried. ഞാനത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. I am going to take care of this. So you don't get worried. Past tense ആണെങ്കിൽ നമുക്ക് പറയാം he got worried. So these are some collocations using the word get, get. ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? Now try using some of this. ഇത് എളുപ്പം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. Write this down, use this and subscribe to the channel and follow me on Insta. Get ready, get speaking in English.